welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായി സീരിയസ് മാറ്റർ ഷെയർ ചെയ്യാനാണ്. ഈ അടുത്ത സമയങ്ങളിൽ വ്യാപകമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേരള സൈബർ സെൽ അതിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മെസ്സേജ് പോകുന്നതാണ്. മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫൈൽ അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ചേഞ്ച് ആവുന്നതാണ്. അത് അവർക്ക് അവിടുന്ന് കൺട്രോൾ ചെയ്യാം. നിങ്ങൾ അറിയാതെ തന്നെ അവർക്ക് അവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ജസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മുടെ അക്കൗണ്ടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി 2 factor authentication എനേബിൾ ആക്കേണ്ടതാണ്. ഈ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ കൂടുതലും വാട്സപ്പ് അക്കൗണ്ടുകളാണ് ഉള്ളത്. വാട്സപ്പിൽ നിന്ന് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേഴ്സണൽ ഫോട്ടോ, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം പോയിട്ടുണ്ട് എന്നാണ് ഇതിന് കിട്ടിയ വിവരം. സോ ഞാനിന്ന് പറഞ്ഞു തരുന്ന സെറ്റിങ്സ് നിങ്ങളുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് 99% ഹാക്കിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹാക്കേഴ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിലേക്ക് സ്പാം മെസ്സേജുകൾ സെൻഡ് ചെയ്തുകൊണ്ട് നമ്മളതിന് റിപ്ലൈ കൊടുക്കുന്ന ആ സമയം മുതൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലും സ്പാം മെസ്സേജുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ അറിയാത്ത ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നാണെന്ന് പറഞ്ഞ കോളുകളോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവരുമായി ഷെയർ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിന് ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ആണെങ്കിൽ, ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണാണെങ്കിൽ ജസ്റ്റ് നമ്മളുടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എനേബിൾ ആക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അതിന് താഴെ കാണുന്ന സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്രൈവസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ഉണ്ട് എന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചാൽ കുറേയൊക്കെ ഹാക്കിങ്ങിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ 2 factor authentication എനേബിൾ ആക്കാൻ നോക്കാം. അതിനുവേണ്ടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത അക്കൗണ്ട് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 2 step വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം എനേബിൾ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പിന്ന് സെറ്റ് ചെയ്യുക. ഇത് ഇനി നിങ്ങൾ എവിടെ പോയി ഫോൺ മാറ്റുന്ന സമയത്തും സിമ്മ് മാറ്റിയിട്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പിന്ന് ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഹാക്കേഴ്സിനൊക്കെ ഇപ്പം അവരിപ്പം നിങ്ങളുടെ നമ്പർ കിട്ടിയാലും അങ്ങനെ നിങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം റിക്കവറിക്കായിട്ട് നിങ്ങളുടെ ഒരു ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് പിന്നെ കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ 2 step വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ 2 factor authentication എനേബിൾ ആക്കാൻ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്രൊഫൈൽ ഏരിയ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം 2 factor authentication എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ 2 step authentication ഇവിടെ സെറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ആ നമ്പർ പിന്നെ നിങ്ങൾക്ക് ഈ നമ്പർ ഒരിക്കലും മറന്നുപോയോ അല്ലെങ്കിൽ ആ നമ്പർ മെസ്സേജ് വരാതിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്കും ഇൻസ്റ്റഗ്രാം സെക്യൂർ ആക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എൻ്റെ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.